നമ്മുടെ സിക്കിലിഡിനെ എല്ലാവരെയും 400 ലിറ്റർ ടാങ്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അത് നല്ല വലുപ്പമുള്ള ടാങ്കാണ്. ഇതിനകത്ത് അവർ കിടന്നു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പോലും പറ്റുന്നില്ല. നമ്മളിതിനകത്ത് ഡെക്കറേഷനായിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ തകർന്ന് കിടക്കുന്ന ലൈറ്റായിട്ടുള്ളൊരു സ്റ്റീമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പോലെ ഇട്ട് കൊടുത്തേക്കാണ്. ഇവർക്ക് വേണ്ടത് കുറേ ഹൈഡിങ് പ്ലേസുകളാണ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഷ്ടികയും അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ലോ കോസ്റ്റ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇനി നല്ലൊരു വലിയ ഡ്രിഫ്റ്റ് വുഡ് കിട്ടാനായിട്ടാണ് നമ്മൾ നോക്കിയേക്കുന്നത്. അതുമ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റൊക്കെ അറ്റാച്ച് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. ഇതിന് ഏകദേശം 2 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തോരം ഹൈറ്റിലേക്ക് സാധനങ്ങൾ വെച്ചാലും അത് എത്തുന്നില്ല. നമ്മൾ കുറച്ച് വാലിസേറിയൊക്കെ കുറച്ച് നടണം. അടിയിൽ നമ്മൾ സാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫിഷെല്ലാം നല്ല ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്തോരം ചെടിയിട്ടാലും ഇതിപ്പോൾ ഇത്ര ഒന്നും ആകുന്നില്ല. നമ്മളതിനകത്ത് പോയി അർട്ടീമിയയുടെ ഫ്രോസണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം 2 ഇഞ്ച് വലുപ്പമൊക്കെ ആയി തുടങ്ങി. അഡൽട്ടായിട്ടില്ല, അത്രയും വലുപ്പമായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഏകദേശം മിക്സ്ഡ് കളറെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ഇവരെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് ഹൈഡിങ് പ്ലേസുകളൊക്കെയാണ്. അവർ ഒട്ടും അറ്റാക്ക് ചെയ്താതെ ഹൈഡ് ചെയ്ത് വെക്കാൻ. ഇനി അവർ ഗ്രൂപ്പായിട്ട് തിരിയുമ്പോൾ പെയറായിട്ട് തിരിയുമ്പോൾ നമുക്കതിനെ മാറ്റണം. കുറച്ചെണ്ണത്തിന് നമ്മൾ പെയറായിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 400 ലിറ്റർ ആയതുകൊണ്ട് നമ്മളൊരു 2 ഹീറ്റർ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫിഷ് ഇപ്പോൾ ഇതേ പോളാറാണെങ്കിലും ബ്ലൂ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വലുതായി വരുന്നുണ്ട്. ഒരു നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്ത്. ഇപ്പോൾ അവരെ കണ്ട് വയ്ക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലൂ ആയ കാരണം നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും ഫിഷെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ വേറെ ഇതുകളൊന്നും ചെയ്യാത്ത കാരണം നമ്മൾ കറക്റ്റ് കണ്ടീഷനിൽ ഫിഷിനെ കൊണ്ടുപോകുന്ന കാരണം ഒരാൾക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ പ്രശ്നങ്ങളില്ല. ഒരു രോഗം പിടിച്ച് നമ്മുടെ കയ്യിൽ ഇതുവരെ ചത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ടിപ്സിലും വീഡിയോയിലൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് എളുപ്പമായിട്ടും വളരെ മീനെ മനസ്സിലാക്കി നമുക്ക് ബ്രീഡ് ചെയ്യാനായാലും വളർത്താനായാലും എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വീഡിയോകളിലുള്ളത്. നിങ്ങളെന്തായാലും നമ്മൾ കാണുമെന്ന് വിചാരിക്കും. നമ്മൾ ഏകദേശം 600ഓളം വീഡിയോന് മേലെ ആയി നമ്മുടെ ഈ ചാനലിൽ. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, വ്യൂവും കുറച്ച് കുറവാണെങ്കിലും നമുക്ക് പറ്റുന്ന ടിപ്പുകളെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഫിഷിൻ്റെ കാര്യങ്ങളും ബ്രീഡിങ് എല്ലാം ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെയർ റാമിനെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് നമ്മൾ അത് വലുതാകുമ്പോൾ ചെയ്യാം. അപ്പോൾ ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.